ഫുഡ് കഴിക്കാൻ പോവാം. ഇങ്ങനെ സോഫ്റ്റ് ആണോ മതി ഞെക്കി വെക്കാം. കണ്ടൂറെ കയറി കുറെ ഇടിയൊക്കെ കിട്ടിയപ്പോ എനിക്ക് വിശക്കുന്നു. നമുക്ക് പോയി ഫുഡ് മൊത്തം ഹൈപ്പർ മാർക്കറ്റിൽ പോയി മൊത്തം തപ്പിയെടുക്കാം. നോക്കട്ടെ. എനിക്ക് വിശക്കുന്നു. അതാ എനിക്കും വിശക്കുന്നു. വിശപ്പിന്റെ വെളി വന്നപ്പോ എനിക്കൊന്നും കിട്ടും. അപ്പം പോകാം. ബാ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. വണ്ടി പോട്ടെ. ഫുഡിന്റെ ഫുഡ് അങ്ങോട്ട് ഏറ്റവും വലുതാകുമ്പോ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് കിടക്കാം ഇങ്ങനെ. അതാ വിശക്കുന്നു. പക്ഷേ ഇത് ഇച്ചിരി ഉരുട്ടാൻ പാടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ഉരുട്ടാൻ ഭയങ്കര പാട്. കേക്ക് മേടിക്കും. അങ്ങനെ ലാസ്റ്റ് ചെറിയ ട്രോളിയായി. നമ്മൾ ട്രോളി ആരോ എടുത്തോണ്ട് പോയി. വലുത് ഏതോ കൊച്ചിറങ്ങാൻ കളിക്കാൻ എടുത്തോണ്ട് പോയി. കുരിപ്പ് ഇതെങ്കിൽ ഇത് എന്തോ തിരക്കായിരുന്നു. ഒരു രക്ഷയില്ല ഫുഡിന്റെ അവിടെ. ടാസ്ക് ഫുഡെല്ലാം മേടിച്ചിട്ട് താണ്ട് നടക്കുന്നു. അവിടെ ആണെങ്കിൽ കേക്കും തപ്പി നടക്കുക. എനിക്ക് വിശന്നിട്ട് വയ്യ. ഉള്ള കേക്കും തപ്പി നടക്കുക. ഫുഡിരുന്നിട്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥ. നീ ഏതൊരു കേക്ക് എടുക്കുക. എനിക്ക് വിശക്കുന്നു. ഞാനിവിടെ വണ്ടി ഉരുട്ടി മതിയായി. ഇങ്ങനെ സോഫ്റ്റ് ആണോ അറിയാം. ഞെക്കി നോക്കാം. ഞെക്കി നോക്കെ അപ്പൊ അറിയാം സോഫ്റ്റ് ആണോ. പൈസ നമുക്ക് ഈ പൈസ ചില കടയിലൊന്നും ഇല്ല. അതാ പ്രശ്നം. അത് പാലടയും സെറ്റായിരിക്കും. ഡയറ്റ് ചെയ്യുന്ന ആളാ. ഡയറ്റ് ചെയ്യുന്ന ആൾ എൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ എല്ലാം മാറും. കുറേ മൊത്തം അറിയണം. ഫുഡും കിട്ടി, എല്ലാം കിട്ടി. ലാസ്റ്റ് സ്ഥലമില്ല ഇരിക്കാൻ. ഇവിടെ ഫുൾ എല്ലായിടവും ഫുള്ള്. അതെ, എവിടെ ഇരിക്കും? തപ്പി നടക്കോ. എന്തൊരു തിരക്കുന്നത്. എപ്പം പോയതാ ഫുഡ് എടുക്കാൻ? ഉണ്ടോ? സ്ഥലം ഉണ്ടോ? ഒരു സീറ്റ് കണ്ടു. അവിടെ ചെല്ലുമ്പോഴത്തെ ആരെങ്കിലും കയറിയിരിക്കും. അതാണ് എപ്പോഴും നടക്കുന്നത് അല്ലേ? അത് ക്ലീൻ ചെയ്യുന്നേ ഉള്ളു. ചെല്ല ഓടി ചെന്നാ കിട്ടും. സ്കീലിട്ട് നടക്കാൻ പോലും വയ്യ ഒരാൾക്കിപ്പോ. കുറെ നടന്ന് വയ്യാതായി. നമുക്ക് വേണ്ടിയുള്ള ടേബിൾ. അങ്ങനെ ലാസ്റ്റ് ടേബിൾ കിട്ടി. എന്തൊക്കെയാ മേടിച്ച കുറെ ഉണ്ട്. എല്ലായിടത്തും നിരത്തിക്കോ. പായസം ഇപ്പം എടുത്തു വെച്ചോ. പിന്നെ നമുക്ക് കഴിക്കാം. റൈസ്, ചിക്കൻ. ആ കേക്ക് വെച്ച് ബാക്കിയെല്ലാം എടുത്ത് വെച്ചോ. ആ കേക്ക് മാത്രമല്ല കൊണ്ടുപോകാനുള്ള, ബാക്കിയെല്ലാം കഴിക്കാനോ. ഒരു പെപ്സി മേടിച്ചില്ല. അത് മാത്രം വിട്ടുപോയി. എടുത്ത് അത് പിന്നെ കവർ താത്ത് വെച്ച് പിന്നെ എടുക്കണ്ടേ. കവർ താത്ത് വെക്കണം. അത് സ്ഥലമില്ല. അതാ എടുത്ത് വെച്ചിട്ട് കവർ മാറ്റി. അത് എടുത്ത് വെച്ചോ. അത് കുഴപ്പമില്ല. ആ കവർ പിന്നെ എടുക്കണ്ടേ. താത്ത് വെക്കേണ്ട സ്ഥലമില്ല. ഒന്നത് മതി. കവർ എടുത്ത് വെച്ചോ. കഴിഞ്ഞില്ലേ? ഓക്കെ സെറ്റ്. നമുക്ക് കഴിക്കാം. ഒന്ന് പിടിക്കുവോ? വിശന്നിട്ട് കണ്ടും കാണുന്നില്ല.
എപ്പം പോയതാണ് അയ്യാതായി. നല്ല തിരക്ക് അതുകൊണ്ടാണ്. ഞാൻ ഇതിലെ കഴിച്ചോളൂ. അല്ല ഫ്രൈഡ് റൈസിന്റെ ബോക്സ് മതിയാണ്. അത് പിന്നെ വയസ്സല്ലതായി ഇതെന്താണ് അൽഫാം? ഇത് സാധാ അൽഫാം ചുമ്മാ. ഇതേതാ ഇത് ടെസ്റ്റ്? എനിക്ക് ജസ്റ്റ് പീസ്. പിന്നെ ഞാൻ തരില്ല ജസ്റ്റ് പീസ് കിട്ടുന്ന കളിയില്ല. ആ പിന്നെ എനിക്ക് ജസ്റ്റ് പീസ് ആണ്. ചിക്കൻ വിൻസാ വിൻസ്. അത് ഇതുപോലെ വിൻസാവും. എനിക്ക് വേസ്റ്റ് കിട്ടാൻ ഏത് റൈസ് ഈ റൈസ് ആദ്യം എടുക്കട്ടെ. എല്ലാം കഴിച്ച് തീർക്കണമല്ലോ. എനിക്ക് വിശക്കുന്നു. പിന്നെ 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 വൈഡായിട്ട് ഇട്ടേക്കുന്നത് അല്ലേ കാണത്തില്ലല്ലോ. നീക്കി വെച്ചു മതി. നമ്മൾ കഴിഞ്ഞ റൈസ് എല്ലാം തോന്നുന്നു. അല്ല ഇത് വേറെ എന്തോ. ഇത് കഴിച്ചിട്ടെടുക്കാം. അത് ഞാനിപ്പോ അത് നീക്കാനാണ്. മതി എന്താണെന്നറിയോ ഇത് ബിരിയാണി റൈസാണ്. മതി ഇനി കഴിച്ചിട്ട് എനിക്ക് പറ്റില്ല. ഇവൻ എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. നീ കഴിച്ചോ? നീ കോണിന്ന് കഴിച്ചോളെ. പറ്റത്തില്ല എനിക്ക് കൈയെല്ലാം ഇതായിട്ട്. ഇതെന്തുവാ ഇത്? മയോണൈസ് പൊടിച്ചിട്ടാണ് ഇങ്ങനെ മയോണൈസ് ഇങ്ങനെ. സ്പൂണും ഇല്ല ഒരു കുന്തവും ഇല്ല. സ്പൂണോടെ മേടിക്കണ്ടേ? സ്പൂൺ മേടിച്ചായിരുന്നു. മിക്സ് ചെയ്യില്ലേ? ചെയ്യത്തില്ലല്ലോ. അതെ മതി 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 ബസ്. ചെയ്യത്തില്ല. മയോണൈസ് എങ്ങനെ ഉണ്ടാകുന്നു? എന്റെ സാലഡ്. അപ്പൊ നമുക്ക് സലാഡ് പിന്നെ എടുത്താൽ പോരെ? നമുക്ക് ഫുഡാ. ഓക്കെ കഴിക്കട്ടെ. പറയണം പിന്നെടുത്തോളാം. അവിടെ വെച്ചാൽ പിന്നെ എടുത്തോളാം. ആ റൈസിൻ്റെ കൂടെ എടുക്കാം. കഴിച്ചാ സാപ്പിട തങ്കം സാപ്പിട. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. ഞാൻ ഫുഡ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പായസം കുടിക്കാൻ പോകും. നല്ല ബോളി പായസവും രണ്ടുകൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് ഇച്ചിരി ഇതാണല്ലോ. എന്നാ കഴിച്ചു നോക്കി കഴിച്ചു നോക്കി കഴിച്ചു നോക്കി ഇത് കഴിച്ചു നോക്കി കഴിച്ചു നോക്കി തന്നെ. ഇത് കഴിച്ചു നോക്കി ഏതാ നല്ലതെന്ന് നോക്കി. അത് രണ്ടുകൂടെ മിക്സ് ചെയ്യണോ? വേണ്ടല്ലോ. ആ രണ്ട് പായസം ഒന്ന് കഴിച്ചു നോക്കി. അത് നല്ലതെന്ന്. പാലടയാണോ? ഇത് ഏതായിരുന്നു? അത് ഇതൊന്ന് നോക്കി. ഇച്ചിരി ബോളി അതിനകത്ത് പിടിച്ചത്. ഇതേത് പായസമായിരുന്നു? പരിപ്പ്. അത് നോക്കി. അത് കുഴപ്പമില്ല. ഏത് നല്ലേ? പരിപ്പോ? എനിക്ക് പരിപ്പ് ഇഷ്ടം. ഓക്കെ നോക്കട്ടെ. ഞാനും കഴിക്കാം. ഇവിടെ അലമ്പാക്കി കൈസ്. അലമ്പ് ഞാനാ. ആ ബാഗ് എടുത്ത പോവാ. നല്ല കണ്ണാടി വാ. നല്ല കണ്ണാടി വേണം. നമ്മൾ വീഡിയോ എടുക്കാം. പറയാൻ എന്നെ ഭയങ്കര തിരക്കായിരുന്നു.
അത് ഫുഡ് കഴിക്കാൻ തന്നെ നിങ്ങൾ കണ്ടില്ലേ, സ്ഥലം പോലും ഇല്ലായിരുന്നു. അത് സ്വസ്ഥായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കണം. ആ കുറച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ ഇങ്ങോട്ട്. നല്ല തിരക്ക്. ഞങ്ങള് 3 മണിയായി. ഇവിടെ നല്ല തിരക്കാ. എല്ലായിടത്തും ഭയങ്കര ആള്. ഫുഡ് കഴിക്കാൻ ഇരിക്കാനൊന്നും പറ്റില്ല, നല്ല തിരക്കാം. അതാ പിന്നെ ചുമ്മാ 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതിട്ടു. അതെ പക്ഷെ എന്തൊക്കെയോ കഴിച്ച് വയറൊക്കെ നരച്ചു. കൊറേ കഴിച്ചു. ആ ബോളിയും പായസം എല്ലാം കഴിച്ചിട്ട് വയ്യാതായി, ഇറങ്ങി ഞാനങ്ങ് അവസ്ഥ. നോക്കാം. പക്ഷെ ഇവിടെ മുടിഞ്ഞ തിരക്കായി, അതുകൊണ്ടാ പോസ്റ്റ് ആയത്. ഞങ്ങൾ മറ്റേ ആ കണ്ടൂറക്കകത്ത് കയറി കൊറേ ഇത് അല്ലേ ഒന്നും നടന്നില്ല. കാർ മാത്രം അതെ അതെ അത് മതിയായിരുന്നു. അത് ഓടിച്ചപ്പോ തന്നെ എനിക്ക് വിശന്നു. വണ്ടി ഇടിച്ച്. അതാ ഫുഡ് കൊള്ളായിരുന്നു, പക്ഷെ അങ്ങോട്ട് ആൾക്കൊരു പ്രൈവസി ഇല്ല ഒട്ടും. അതുപോലെ തിങ്ങി നിറഞ്ഞ ആളായി പോയി. അതാ ഞങ്ങളിന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ലുലുമാളിലോട്ടൊക്കെ ഇറങ്ങിയതാ. ഇങ്ങനെ കാണുമ്പോ ഞാൻ കൊണ്ടുപോയി ചപ്പിയാ ചപ്പി. ഓ ഗുണ്ടൊന്നല്ല, നിങ്ങൾ പറ ഗൈസ്, ഗുണ്ടുവാണ്. പിന്നെ സുന്ദരിയാ. കൊറേ കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു പിള്ളേര്. വെക്കേഷൻ ആയോണ്ട് ആ അതുകൂടാ മുടിഞ്ഞ തിരക്കാ. മഴയൊക്കെ മാറിയോ? അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാ. പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ലുലുമാളിലോട്ട് വന്നേ. പക്ഷേ കുറച്ചൊക്കെ ഫ്ലോപ്പ് ആയി. പിന്നെ കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമ്മളിടും. ഓക്കെ ഗൈസ്. കണ്ടൂരെ കയറി വീഡിയോ എടുത്തപ്പോ തന്നെ ഓഫ് ആയി പോയി. അതോ വണ്ടി ഓരോട്ട് ഇടിക്കുമ്പോ കൈതട്ടി ക്യാമറ ഓഫ് ആവുക. അത് ഇടിക്കുമ്പോ ഓഫ് ആവുക, പ്ലേ ആയിട്ട് മാറി. അതാ സീനായി പോയത്. ഞാൻ ട്രൈപോഡിനകത്താ പിടിച്ച, അതാ അല്ലാതെ വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കുറെ നല്ല വീഡിയോസ് എടുക്കാം. സമയം കിടക്കുമല്ലേ, നമുക്ക് കുറെ നല്ല വീഡിയോസ് ഇല്ലായിരിക്കും. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോ സപ്പോർട്ട് ചെയ്യുക അല്ലേ അല്ലേ. പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ ഇടുന്നില്ല. ആ കുറച്ച് ഷോർട്സും പിന്നെ ചെറിയ വീഡിയോസും ഒക്കെ. അതാ ഓക്കെ ബൈ ഗൈസ്, ടാറ്റാ.